മിഥുൻ പിള്ള, എന്താണ് കണ്ണൂരിൽ സംഭവിച്ചിരിക്കുന്നത്? CPM-ന്റെ കോട്ട ആസ്ഥാനം ജില്ലാ കമ്മിറ്റി ഇരിക്കുന്ന വാർഡിലെ സ്ഥിതി. മിഥുൻ, പ്രദീപ്, കണ്ണൂരിനെ സംബന്ധിച്ച് ചരിത്രപരമായ വിജയം BJP നേടുന്നു എന്ന് പറയുമ്പോൾ പോലും CPM-ന് കനത്ത തിരിച്ചടിയാണ് കോർപ്പറേഷൻ പരിധിയിൽ ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ റിസൾട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ, നമുക്കറിയാം, ടെമ്പിൾ ഡിവിഷൻ എന്ന് പറയുന്നത് കാലങ്ങളെ UDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അത് പിടിച്ചെടുത്തുകൊണ്ടാണ് ഇന്നിപ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥി അർച്ചന പണ്ഡിച്ചാൽ വിജയിച്ചിരിക്കുന്നത്. ഏതാണ്ട് 327 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് BJP ഇവിടെ നിന്ന് വിജയിച്ചത്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ടെമ്പിൾ ഡിവിഷൻ എന്ന് പറയുന്നത്. ആ ഡിവിഷനാണ് BJP പിടിച്ചെടുത്തിരിക്കുന്നത്. CPM സ്ഥാനാർത്ഥിക്ക് ആകെ കിട്ടിയത് ഈ വാർഡിൽ ഡിവിഷനിൽ ഇവർ 84 വോട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ ഒരു സംഭവം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ 300-ലേറെ വോട്ട് ഈ ഡിവിഷനിൽ നിന്ന് CPM-ന് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെറും 84 വോട്ട് മാത്രമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ എടുത്തു പറയേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിൽ 3 സീറ്റുകളിൽ BJP ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട്. തൃച്ചംബരം, അതായത് തൃച്ചംബരം ക്ഷേത്രം ഇരിക്കുന്ന വാർഡ്, അതുപോലെ തന്നെ കോടതി വാർഡ്, പാലക്കുളങ്ങര വാർഡ് എന്നീ 3 വാർഡുകളിലാണ് BJP വിജയിച്ചിരിക്കുന്നത്. തൃച്ചംബരം വാർഡിൽ നിന്ന് സുരേഷ്, കോടതിമൊട്ടയിൽ 363 വോട്ടിന് അശോക് കുമാർ, പാലക്കുളങ്ങര വാർഡിൽ ജയ ദിനേശ് 133 വോട്ടിന് എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടിയുണ്ട്. പതിറ്റാണ്ടുകളായി കോൺഗ്രസിന്റെ കുത്തക വാർഡായ കോഴിക്കോട് കോർപ്പറേഷൻ ചാലപ്പുറത്ത് BJPക്ക് വലിയ വിജയം ഉണ്ടായിരിക്കുകയാണ്. അതിനുമപ്പുറം വലിയ വാർത്തയല്ലേ അത്? തീർച്ചയായും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി ശാഖ തുടങ്ങിയ സ്ഥലം, അത് ശതാബ്ദി വർഷം കൂടിയാണ്. ഈ ശതാബ്ദി വർഷത്തിൽ രാജ്യം നരേന്ദ്ര ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വലിയ ഒരു സന്തോഷം കിട്ടുന്ന ഒരു വാർത്ത കൂടിയാണ്. ക്ഷമിക്കണം, ചാലപ്പുറത്ത് KP അനിൽകുമാർ ശക്തരായ 3 സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയാണ് വിജയിച്ചിരിക്കുന്നത്. ചാലപ്പുറത്ത് അവിടെ സംഘത്തിന്റെ ഉത്തര കേരള പ്രാന്ത കാര്യാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയാണ്. എന്തായാലും വലിയൊരു വിജയമാണ് ചാലപ്പുറത്ത് BJP ജയിക്കുന്നതിലൂടെ ദേശീയ പ്രസ്ഥാനങ്ങൾക്കും വലിയ അഭിമാനിക്കാവുന്ന. തിരുവനന്തപുരത്ത് ഒരു അപ്ഡേറ്റ് കൂടി വരുന്നു. കൊടുങ്ങാനൂർ വാർഡിൽ VV രാജേഷ് വിജയിച്ചിരിക്കുകയാണ്. 530 വോട്ട്. കഴിഞ്ഞ തവണ പൂജപ്പുരയിൽ നിന്ന് വിജയിച്ച കൗൺസിലിൽ നിറസാന്നിധ്യമായ VV രാജേഷ് വീണ്ടും കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു. ഇത്തവണ കൊടുങ്ങാനൂർ വാർഡിൽ നിന്നാണ് കൗൺസിലിലേക്ക് VV രാജേഷ്, തിരുവനന്തപുരത്തിന്റെ മുൻ ജില്ലാ അധ്യക്ഷൻ കൂടിയായ VV രാജേഷ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അല്പമൊന്ന് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഓരോ വോട്ടും സമയമെടുത്താണ് എണ്ണുന്നത് തോന്നുന്നു. ഏറ്റവും വേഗം കുറഞ്ഞ, ഏറ്റവും മെല്ലെ, കൊല്ലത്തും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പൊ പ്രശാന്തിന് ഒരു അപ്ഡേറ്റ് വരുന്നിട്ടുണ്ട്, സെർവർ അല്പം സ്ലോ ആണെന്ന്. ഈ സസ്പെൻസ് ഒന്ന് നിലനിർത്താൻ വേണ്ടി കൂടിയാണോ കോർപ്പറേഷനിലെ മെല്ലെ വരട്ടെ